മുസ്ലിം ലീഗ് അതിൻ്റെ സ്വാഭാവികമായ രാഷ്ട്രീയ സഞ്ചാരപഥങ്ങൾ തുടരുന്നതിനപ്പുറം സവിശേഷമായി ഏതെങ്കിലും പേരുകാരെ എടുത്തു കാണിച്ചോ അല്ലെങ്കിൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയോ ഒന്നും മതേതരത്വം തെളിയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നതാണ് എൻ്റെ നിലപാട്. അത്തരം മതേതരത്വമൊന്നും ഇന്നത്തെ കാലത്ത് കാണിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ലെന്ന് മാത്രമല്ല, അത് തങ്ങളെ ഭയന്നാണെന്നും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് എന്തോ സംഭവിക്കുന്നതാണെന്നും മറ്റുള്ളവർ ചിരിക്കാനും അതുപോലെ തന്നെ ട്രോളാനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ വഴി തെളിയിക്കുകയുള്ളൂ. അതുകൊണ്ട് മുൻകാലങ്ങളിൽ നടന്നുപോയ അതേ ശൈലിയിൽ തന്നെ ആയിരിക്കണം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും എന്നതാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയ വിവേകം കൊണ്ടും പക്വത കൊണ്ടും വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഒരുപക്ഷെ അവരുടെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം എന്ന നിലയിൽ എപ്പോഴെങ്കിലും കേരളം ചർച്ച ചെയ്തിട്ടുള്ളത് 5-ാം മന്ത്രി മാത്രമാണ്. അതിനപ്പുറത്ത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും മറ്റു പല രാഷ്ട്രീയ സംഘർഷാവസ്ഥയിലും വളരെ വിവേകപൂർണവും കേരളത്തിൻ്റെ മതനിരപേക്ഷതയും അതുപോലെ സ്നേഹാദരങ്ങളും ഐക്യവും ഒക്കെ അടയാളപ്പെടുത്തും വിധമാണ് അവർ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമുദായത്തിനകത്ത് തന്നെ വളരെ കടുപ്പക്കാരും തീവ്ര നിലപാടുകളും ഒക്കെ ഉള്ളവർ വളരെ കടുപ്പത്തിൽ ലീഗിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ലീഗ് അതിൻ്റെ തനത് ശൈലി ഒരിക്കലും മാറ്റിയിട്ടുമില്ല. ഇന്നത്തെ കാലത്ത് മുസ്ലിം ലീഗ് എന്ന ആ പേര് തന്നെ ഒരുപാട് അലർജി ഉണ്ടാക്കുകയും അതുതന്നെ മതിയായതാണ് അവരെ എതിർക്കാൻ എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചലനം കേരളത്തിലും ദൃശ്യമാണ്. എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിലൂടെ അല്ലെങ്കിൽ അതിനെ പറയുന്നതിലൂടെ മറുവശത്തെ ധ്രുവീകരണം ലക്ഷ്യമാക്കി ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും കേരള സമൂഹത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്നതുമാണ്. പലരോടും സംസാരിക്കുമ്പോൾ അതൊക്കെ രാഷ്ട്രീയമല്ലേ എന്ന മറുപടിയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്കാർക്കും മുസ്ലിം ലീഗ് എന്ന പാർട്ടി കടുത്ത വർഗീയത കാണിച്ചുവെന്നോ അല്ലെങ്കിൽ അവരുടെ വർഗീയത കൊണ്ട് മുസ്ലിം സമുദായത്തിന് കണക്കില്ലാതെ എന്തെങ്കിലും ലഭിച്ചുവെന്നോ കണക്ക് നോക്കിയാൽ ഒരു കുന്തവുമില്ലെന്നുള്ളത് ആലോചിക്കുന്നവർക്കൊക്കെ അറിയാം. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ വിദ്വേഷവും വർഗീയതയും ഒക്കെ മാത്രം നിറച്ച് നടന്ന ഒരുപാട് നീലക്കുറുക്കന്മാരുടെ നീല നിറം പുറത്താവുന്നു എന്ന അർത്ഥത്തിൽ മാത്രമേ പല പ്രതികരണങ്ങളെയും കാണേണ്ടതുള്ളൂ. പിന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയം വിജയിക്കാൻ മറ്റൊന്നുമില്ലാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില സംഗതികളുണ്ടാക്കി ഒരു പരീക്ഷണം നടത്തുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇതിനെ ലീഗ് പരിഗണിക്കേണ്ടതേയില്ല. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗ് മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ പേരിന് വേണ്ടി കുറച്ച് പേരുകൾ തിരികെ കാണിച്ച് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സവിശേഷമായ സംഗതികൾ നൽകി ആരുടെ മുന്നിലും തങ്ങളുടെ പവിത്രതയും തങ്ങളുടെ മതനിരപേക്ഷതയും കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നതാണ് സത്യം. അങ്ങനെ കാണിക്കുന്ന പലരുമുണ്ട്. പേരിനോടൊപ്പം മറ്റുള്ളവരെല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങൾ മതേതരത്വവാദികളാണ് എന്ന് പേര് ചേർത്ത് വെച്ച് പറയേണ്ട കാര്യമില്ല. അതിനു പകരം പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെട്ട ചരിത്രവും ആ പ്രവൃത്തിയിലൂടെ തുടർന്നു പോരുന്ന പ്രവർത്തനങ്ങളും മാത്രം മതിയാവുന്നതാണ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അതിലെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഈ പലതും തെളിയിക്കാൻ വേണ്ടി ഒരുപാട് കാട്ടിക്കൂട്ടലുകളൊന്നും കൊണ്ട് ഒരു കാര്യവുമില്ല. അത്തരം കാട്ടിക്കൂട്ടലുകളൊക്കെ കാപഢ്യമായി മാത്രമേ കാണുകയുള്ളൂ. നമ്മൾ സാധാരണ പറയുന്നൊരു വർത്തമാനമുണ്ടല്ലോ, ചങ്ക് പറിച്ച് കാണിച്ചു കൊടുത്താലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറയാൻ നിൽക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ ചങ്കും കരളും ഒക്കെ തുറന്ന് കാണിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. അതിനെയൊക്കെ ആ വഴിക്ക് വിട്ട് നിങ്ങളുടെ ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം ഇന്നലകളിൽ തുടർന്നതുപോലെ തന്നെ തുടരലാകും ഏറ്റവും നല്ലത്. അതിനപ്പുറത്തതൊന്നും ഒരിക്കലും ഒരു സമൂഹവും സ്വീകരിക്കുന്നതോ ഉൾക്കൊള്ളുന്നതോ അല്ല എന്നുകൂടി തിരിച്ചറിയേണ്ടതുണ്ട്.